ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ ഞങ്ങളൊരു സ്ഥലം വരെ പോകുന്ന കാര്യം. അപ്പൊ അങ്ങോട്ടേക്ക് പോകുന്ന വഴിയാണേ. എവിടെയാണ് പോകുന്നതെന്നുള്ളത് ഞാൻ ഇന്നലെ വീഡിയോയിൽ കാണിച്ചിരുന്നു. എന്തിനാണ് പോകുന്നതെന്നുള്ളത് ഞാൻ അടുത്ത വീഡിയോയിൽ പറയാന്നാ പറഞ്ഞെ. അപ്പൊ ദാ അങ്ങോട്ട് പോവാണ്. എന്തൊരു വെള്ള പൊട്ടിയിട്ട പോലല്ലേ എന്റെ മുഖം അല്ലേ? ഇത് ക്രീം തേച്ചിട്ട് അതിന്റെ തൊട്ട് പുറകെ പൗഡർ വാരി പൂശിക്കഴിഞ്ഞാൽ കറക്റ്റ് പൊട്ടിയിട്ട അതേ ഫേസാ. ഞങ്ങളിതാ നേരെ പോയത് ആധാരം എഴുത്ത് ഓഫീസിലേക്കാണ്. അപ്പൊ ഇങ്ങോട്ടേക്കായിരുന്നു വന്നത്. ഇനി എന്തിനാണ് വന്നതെന്നുള്ളത് പറയാവേ. കക്ഷിയുടെ മൊത്തം കൊടുത്ത് ഫൈനാൻസ് ചെയ്ത് വാങ്ങുകയും വാടകയ്ക്ക് പുറമെ പുരയിലുള്ള ഇലക്ട്രിക് കണക്ഷന്റെ കറണ്ട് ചാർജ് രണ്ടാം കക്ഷി കഠിനാ കൊടുത്ത് ഞങ്ങളുടെ സ്വന്തം വീട്ടിലോട്ടായിരുന്നു ഞങ്ങൾ വന്നത്. ഞങ്ങൾ ഒരുപാട് ആഗ്രഹിച്ച് ഞങ്ങൾ സ്വന്തമാക്കിയ ഒരു വീടാണിത്. കഴിഞ്ഞ വർഷം സ്വന്തമാക്കിയതായിരുന്നു. പെട്ടെന്നൊന്നും നടക്കുമെന്ന് ഒട്ടും ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിലും പെട്ടെന്നൊന്നും നടക്കുമെന്ന് ഒരിക്കലും വിചാരിക്കാത്തൊരു സംഭവമാണ് ഇത് കേട്ടോ. കാരണം ഞാനാണെ വർക്ക് ചെയ്യുന്നില്ല. ആകെയുള്ളത് അച്ചാച്ചൻ്റെ വരുമാനം മാത്രം. അതീന്ന് ₹1 പോലും സേവിങ്സ് ഇല്ലാതെ ഞങ്ങൾ എങ്ങനെയാണ് ഇത് സ്വന്തമാക്കിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നും പറയാനായിട്ടില്ല. ദൈവാനുഗ്രഹം മാത്രം. ആരൊക്കെ നമ്മളെ തള്ളിക്കളഞ്ഞാലും എന്തിന്റെ പേരിൽ തള്ളിക്കളഞ്ഞെന്ന് പറഞ്ഞാലും നമ്മുടെ ദൈവം നമ്മുടെ കൂടെ ഉണ്ടാവും. അതൊരിക്കലും ഒരു കാരണത്തിന്റെ പേരിൽ നമ്മളെ വിട്ട് കളയില്ല എന്നുള്ളതിന്റെ തെളിവാണ് ഞങ്ങൾ ഈ സ്വന്തമാക്കി ഞങ്ങളുടെ ഈ വീട്. കൊച്ചൊരു വീടാണ്. എന്നാലും പെട്ടെന്നൊന്നും നടക്കുമെന്ന് വിചാരിച്ച ഒരു കാര്യമല്ല ഇത് കേട്ടോ. ₹1 പോലും സേവിങ്സ് ഇല്ലാത്ത ഞാന് ഇങ്ങനെ യൂട്യൂബിനകത്തും ഫേസ്ബുക്കിനകത്തും OLXനകത്തും ഒക്കെ നിരത്തി ഇരുന്ന് വീട് നോക്കുമായിരുന്നു. പറ്റാവുന്ന വീടുകളൊക്കെ പോയി കാണുകയും ചെയ്യുമായിരുന്നു. എപ്പോഴും അച്ചാച്ചൻ എൻ്റെ അടുത്ത് ചോദിക്കും, "നീ എന്ത് കണ്ടിട്ടാണ് ഇതിന് ഇറങ്ങിത്തിരിക്കുന്നത്?" എന്നുള്ളത്. എനിക്ക് പറയാനായിട്ട് പ്രത്യേകിച്ച് വാക്കുകളൊന്നും തിരിച്ചൊരു മറുപടി ഇല്ലായിരുന്നു എങ്കിൽ പോലും എൻ്റെ ഈ നോട്ടം തുടർന്നുകൊണ്ടേയിരുന്നു. അങ്ങനെ ഞങ്ങൾ പോയൊരു കണ്ട ഒരു വീടായിരുന്നു ഇത് കേട്ടോ. ആദ്യമേ കണ്ടു. അത് കഴിഞ്ഞിട്ട് പിന്നെ വിലയുടെ കാര്യങ്ങളൊന്നും ഒക്കാതെ ഞങ്ങളിത് വേണ്ടാന്ന് വെച്ച് വിട്ട ഒരു കാര്യമായിരുന്നു. പിന്നെയും കറങ്ങി തിരിഞ്ഞ് 3, 4 മാസങ്ങൾക്ക് ശേഷം വീണ്ടും അത് ഞങ്ങളുടെ അടുത്ത് തന്നെ വന്നു. പിന്നീട് അങ്ങോട്ട് വിട്ടുകളയാൻ തോന്നിയില്ല എങ്കിൽ പോലും ₹10 പോലും കയ്യിൽ പറയാനായിട്ടില്ലായിരുന്നു. കുറച്ച് ഗോൾഡ് ഉണ്ടായിരുന്നു എന്നുള്ളതല്ലാതെ വേറെ ഒന്നും തന്നെ കയ്യിലില്ലായിരുന്നു. പക്ഷെ ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാതെ തന്നെ ഒരുപാട് പേര് ഞങ്ങളെ സഹായിച്ചു. കറക്റ്റ് സമയത്ത് നമ്മൾക്ക് തന്ന് സഹായിച്ചതുപോലെ തിരിച്ചു കൊടുക്കാനായിട്ട് ദൈവം ഞങ്ങളെ സഹായിച്ചു. ഇതെല്ലാം എങ്ങനെയാണെന്ന് പോലും പറയാൻ പറ്റില്ല. കാരണം എല്ലാം പെട്ടെന്നായിരുന്നു പിന്നീടുള്ള കാര്യങ്ങളെല്ലാം നടന്നതേ. കഴിഞ്ഞ തിരുവോണത്തിന്റെ അന്ന് ഞങ്ങൾ പാല് കാച്ചി ഞങ്ങൾ വീട്ടിൽ കയറിയായിരുന്നു. ഞങ്ങൾ താമസിക്കുന്ന അവിടെയല്ല. നമ്മൾ നമ്മുടെ വീട്ടിൽ തന്നെയാണ് താമസിക്കുന്നത്. പിന്നെ ഇവിടെ ഞങ്ങൾ വാടകയ്ക്ക് ഓൾറെഡി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അവര് വാടകയുടെ ഇത് കരാറ് കഴിഞ്ഞപ്പോഴത്തേക്ക് അടുത്ത ആൾക്കാര് വന്നതാണ്. അതും ഇതുപോലെ എൻ്റെ ദൈവമേ പെട്ടെന്നായിരുന്നു അവര് മാറുന്ന കാര്യം പറഞ്ഞതും. പിന്നീട് ഞാൻ ഓർത്തു, ഈശ്വരാ എന്ത് ചെയ്യും, അതിന് അടുത്തൊരാളെ കിട്ടണ്ടേ എന്ന് വിചാരിച്ചു. ഞായറാഴ്ച അവരിറങ്ങി. തിങ്കളാഴ്ചത്തേക്ക് നമുക്ക് ആളും വന്നു. അതും ദൈവത്തിന്റെ ഒരു അനുഗ്രഹമാണ്. ഒരു ദിവസം പോലും ഇല്ലാണ്ടിരുന്നില്ല. ആളില്ലാതെ ഒന്ന് കിടക്കേണ്ട ഒരു അവസ്ഥ വന്നില്ല. നമ്മൾ ഒരുപാട് ഒരു കാര്യത്തിന് വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് പ്രയത്നിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാല് ഉറപ്പായിട്ടും അത് നടക്കും എന്നുള്ളതാണ് ഇതിന്ന് എനിക്ക് പറയാനുള്ള കാര്യം. വലിയ വീടൊന്നുമല്ല. 2 മുറി, 2 അറ്റാച്ച്ഡ് ബാത്റൂം ഉണ്ട്, ഒരു ഹാള്, ചെറിയൊരു അടുക്കള, സിറ്റ് ഔട്ട്. ഇത്രയുമാട്ടോ ഈ വീട്ടിലുള്ളത്. ഒരുപാടൊന്നും കറക്റ്റായിട്ട് എന്നും പ്രാർത്ഥിച്ച് കൊന്ത ചൊല്ലി അങ്ങനൊന്നും ഇരിക്കുന്ന ഒരാളെ അല്ല ഞാന്. പക്ഷെ എനിക്കിഷ്ടമുള്ള കുറച്ച് സ്ഥലങ്ങളുണ്ട്. അവിടെയൊക്കെ ഞാൻ പോകും. ഞാൻ അവിടെ പോയില്ലെങ്കിൽ പോലും ഞാൻ ഇവിടെ ഇരുന്നും ഒരു കൂട്ടുകാരുടെ അടുത്ത് സംസാരിക്കുന്നത് പോലാണ് എൻ്റെ പ്രാർത്ഥനയും കാര്യങ്ങളും ഒക്കെ പോകുന്നത്. പല കാര്യത്തിന്റെ പേരും പലരെ നമ്മൾ വിട്ട് പിരിഞ്ഞ് നമ്മുടെ അടുത്തുനിന്ന് മാറി നിന്ന് പോയപ്പോഴും ഞാൻ ആദ്യമേ ചോദിച്ചിരുന്നത്, ഞാൻ എൻ്റെ ദൈവത്തോട് ഡയറക്റ്റ് ആയിരുന്നു ചോദിച്ചിരുന്നത്, "നിനക്ക് എന്നോട് പിണക്കമുണ്ടോ?" എന്നുള്ളത്. അതില്ല എന്നുള്ളതിന്റെ തെളിവാണ് എൻ്റെ ഈ ജീവിതം. അതിനപ്പുറം നമുക്ക് വേറൊന്നും വേണ്ടല്ലോ അല്ലേ? അപ്പൊ ഇന്നലെ ഞങ്ങൾ പോയതും കാര്യങ്ങളും ഒക്കെ ഇതിന് വേണ്ടിയിട്ടായിരുന്നു. കരാർ എഴുതാൻ വേണ്ടിയിട്ടായിരുന്നു ഞങ്ങൾ ഇന്നലെ പോയത്. അപ്പൊ ഇതൊക്കെയായിരുന്നു ഇന്നലത്തെ എന്റെ വിശേഷങ്ങള്. വീഡിയോസൊക്കെ കാണാൻ മറക്കരുത്. എന്റെ വിശേഷങ്ങളൊക്കെ കേൾക്കാൻ മറക്കരുത്. സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങള് ഒരു വർഷത്തിന് ശേഷമാണ് ഇപ്പം ഓൾറെഡി അവിടെ താമസക്കാരുണ്ടായിരുന്നത് കാരണം ഇപ്പോഴാണ് പിന്നീട് ഇതുവരെ സത്യത്തിൽ ഇത് പാല് കാച്ചിട്ട് ഞങ്ങൾ ഒരു ദിവസം പോലും ഇവിടെ കിടന്നിട്ടില്ല കേട്ടോ. ഡയറക്റ്റ് ആയിട്ട് പാല് കാച്ചി അന്ന് തന്നെ നമ്മൾ അടുത്ത ആൾക്കാർക്ക് വാടകയ്ക്ക് റെന്റിനങ്ങ് വിടുവായിരുന്നു ചെയ്തിരുന്നത്. അപ്പൊ എന്താണെങ്കിലും ഞങ്ങളുടെ വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നു ഇന്നലത്തെ വിശേഷങ്ങള്. ഇപ്പൊ വീണ്ടും ഒന്നും കൂടെ വന്ന് വാടകയുടെ താക്കോല് ഞങ്ങൾ ഓൾറെഡി അവരുടെ നിന്ന് താക്കോല് വാങ്ങിച്ചില്ലായിരുന്നു. അടുത്തൊരു വീട്ടിൽ അവർ കൊടുത്തിട്ടാ പോയത്. അപ്പൊ അവരുടെ അടുത്ത് വന്ന് താക്കോലൊക്കെ വാങ്ങിച്ച് വീണ്ടും ഒന്നും കൂടെ വീട്ടിലൊക്കെ കയറി നിങ്ങളെയും കൂടെ ഞങ്ങളുടെ സ്വപ്ന ഭവനം ഒന്ന് കാണിച്ചിട്ട് ഞങ്ങളിതാ തിരിച്ചു പോവാണ്. അടുത്ത ആൾക്കാർ ഇപ്പൊ തന്നെ അവരിപ്പം ഞങ്ങൾ താക്കോല് കൊടുത്തു കഴിയുമ്പോൾ അവരും അടുത്ത ആള് വരും.
അപ്പൊ ഇതൊക്കെയാണ് വിശേഷങ്ങൾ. അപ്പൊ എല്ലാവർക്കും ടാറ്റാ.